CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടച്ചിട്ട പട്ടാമ്പി പാലം തുറന്നു നൽകി. കഴിഞ്ഞ മാസം 30-നുണ്ടായ പ്രളയത്തിലാണ് പാലം അടച്ചിട്ടത്. കൈവരികൾ പൂർണ്ണമായും തകരുകയും പാലത്തിന്റെ ഒരു കരിങ്കൽ തൂണിന്റെ കല്ലിളകുകയും ചെയ്തത് വലിയ ആശങ്കയാണുണ്ടാക്കിയത്. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു താഴെ ഭാരതപ്പുഴയോരത്ത് തമിഴ്നാട് സ്വദേശിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട 5 കോയമ്പത്തൂർ സ്വദേശികളെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്മനാഭനെ കൊല്ലാൻ തന്നെയാണ് 5-അംഗ സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് പോലീസ് സ്ഥിരീകരണം. പെരിന്തൽമണ്ണ താലൂക്കിലെ റേഷൻ കടകളിൽ കോംബോ വിതരണ സംവിധാനം ഒഴിവാക്കി. ഇനി നേരത്തെയുള്ള പോളിസി പ്രകാരം ഓരോ വിഭാഗം കാർഡുകൾക്കും അനുവദിച്ച അളവിലുള്ള ഇനം സാധനങ്ങൾ മാത്രമേ വിതരണം ചെയ്യൂ. മണ്ണാർക്കാട് കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവക്കോടൻ ലിയാഖത്ത് അലിയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. അടച്ചിട്ട പട്ടാമ്പി പാലം തുറന്നു നൽകി. കഴിഞ്ഞ മാസം 30-നുണ്ടായ പ്രളയത്തിലാണ് പാലം അടച്ചിട്ടത്. കൈവരികൾ പൂർണ്ണമായും തകരുകയും പാലത്തിന്റെ ഒരു കരിങ്കൽ തൂണിന്റെ കല്ലിളകുകയും ചെയ്തത് വലിയ ആശങ്കയാണുണ്ടാക്കിയത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിന്റേതാണ് തീരുമാനം. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കളക്ടർ ഡോക്ടർ എസ് ചിത്രയാണ് നിബന്ധനകളോടെ ഉത്തരവിട്ടത്. മഴയുടെ അളവ് കുറഞ്ഞതിനാൽ പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ടെന്നും പാലത്തിന് കൈവരിയില്ലാത്തതിനാൽ ഒറ്റവരിയായി മാത്രം വാഹനങ്ങൾ കടത്തിവിടാമെന്നുമായിരുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ റിപ്പോർട്ട്. ഇക്കാര്യം ജില്ലാ പോലീസ് മേധാവി ഉറപ്പാക്കണം. പാലത്തിനിരുഭാഗത്തും പോലീസിനെ നിയോഗിക്കണം. പാലത്തിലൂടെ ഗതാഗതം സുരക്ഷിതമാക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സംവിധാനമൊരുക്കണം. കഴിഞ്ഞ മാസം 30-നുണ്ടായ പ്രളയത്തിലാണ് പാലം അടച്ചിട്ടത്. കൈവരികൾ പൂർണ്ണമായും തകരുകയും പാലത്തിന്റെ ഒരു കരിങ്കൽ തൂണിന്റെ കല്ലിളകുകയും ചെയ്തത് വലിയ ആശങ്കയാണുണ്ടാക്കിയത്. പുഴയുടെ ഒഴുക്ക് കുറയാതിരുന്നതിനാൽ ബലക്ഷയ പരിശോധന നീണ്ടുപോവുകയായിരുന്നു. ജലനിരപ്പ് കുറഞ്ഞിട്ടും പരിശോധന നടത്താതിരിക്കുകയും പാലം തുറക്കാൻ നടപടി ഇല്ലാതിരിക്കുകയും ചെയ്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടവരുത്തിയത്. ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ്. കാരണം വലിയ ഹെവി ഭാരവാഹനങ്ങൾ ബസ് ഒഴിച്ച് ബാക്കി ഭാരവാഹനങ്ങൾ പൂർണ്ണമായിട്ട് കൈവരി വരുന്നത് വരയ്ക്ക് അല്ലെങ്കിൽ ഇനിയൊരു റിവ്യൂ നടക്കുന്ന വരയ്ക്ക് അത് ആലോചിക്കും. അപ്പൊ ഇപ്പോൾ അടിയന്തരമായിട്ട് ഭാരവാഹനങ്ങൾ എന്തായാലും കടത്തിവിടാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ മറ്റു വാഹനങ്ങളെല്ലാം ഒരു വൺ വേ ആയിട്ട് കടത്തിവിടുക എന്നുള്ളതാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലീസിന്റെ സഹായത്തോടു കൂടി വൺ വേ ആയി ഓരോ ഭാഗവും അതുപോലെ ക്ലിയർ ചെയ്യുക. അപ്പൊ ടൗണിൽ ചിലപ്പോൾ തിരക്കുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഒന്ന് ട്രയൽ നോക്കിയിട്ട് പിന്നീട് പോലീസ് ട്രാഫിക് സംവിധാനങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എന്നുള്ളത് അറിയിക്കും. CCN പട്ടാമ്പി. പെരിന്തൽമണ്ണ താലൂക്കിലെ റേഷൻ കടകളിൽ കോംബോ വിതരണ സംവിധാനം ഒഴിവാക്കി. ഇനി നേരത്തെയുള്ള പോളിസി പ്രകാരം ഓരോ വിഭാഗം കാർഡുകൾക്കും അനുവദിച്ച അളവിലുള്ള ഇനം സാധനങ്ങൾ മാത്രമേ വിതരണം ചെയ്യൂ. കടകളിൽ കൂടുതൽ സ്റ്റോക്കുള്ള സാധനങ്ങൾ കാർഡുടമയുടെ ആവശ്യപ്രകാരം തരം പരിഗണിക്കാതെ നൽകാനാവുന്ന സംവിധാനമായിരുന്നു കോംബോ വിതരണം. എന്നാൽ ചില കടകൾ ഈ സൗകര്യം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ റേഷൻ വ്യാപാരികൾ തന്നെ രംഗത്തു വന്നിരുന്നു. കോംബോ സംവിധാനത്തിന്റെ പേരിൽ പല കടകളും ക്രമവിരുദ്ധമായി ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നത് മറ്റു കടക്കാരുടെ സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നതിനും വിതരണം താളം തെറ്റുന്നതിനും ഇടയാക്കുന്നതായാണ് ചൂണ്ടിക്കാണിച്ചത്. കോംബോ വിതരണ സംവിധാനം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കോർഡിനേഷൻ കമ്മിറ്റി ജൂൺ 10-ന് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു. തുടർന്ന് താലൂക്കിലെ ആകെയുള്ള 172 കടകളിൽ ഒന്നിനൊഴികെ 171 കടകൾക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. എന്നിട്ടും ചില കടകൾ ക്രമവിരുദ്ധമായി വിതരണം തുടർന്നതോടെയാണ് കോംബോ സംവിധാനം ഒഴിവാക്കിയത്. ഓഗസ്റ്റിലെ വിതരണം പോളിസി പ്രകാരമാക്കി ഇപോസ് യന്ത്രങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതി തുടർന്നാൽ താലൂക്കിൽ റേഷൻ വിതരണം ഏകീകരിച്ച് നടപ്പാക്കാനാകുമെന്നതാണ് പ്രയോജനമെന്ന് വ്യാപാരികളും സംഘടനാ ഭാരവാഹികളും പറയുന്നു. CCN പെരിന്തൽമണ്ണ. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു താഴെ ഭാരതപ്പുഴയോരത്ത് തമിഴ്നാട് സ്വദേശിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ.
കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട 5 കോയമ്പത്തൂർ സ്വദേശികളെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്മനാഭനെ കൊല്ലാൻ തന്നെയാണ് 5-അംഗ സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് പോലീസ് സ്ഥിരീകരണം. കോവൈപുത്തൂർ മഹാലക്ഷ്മി നഗർ സ്വദേശി സൽമാൻ ഖാൻ, സഹോദരൻ ഷാറൂഖ് ഖാൻ, കരിമ്പുകടൈ ചേരാൻ നഗറിലെ മുഹമ്മദ് നാസർ, ശങ്കനഗറിലെ മുഹമ്മദ് റസിയ രാജ, മഹാലിംഗപുരം സ്വദേശി അസറുദ്ദീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ പത്മനാഭനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സാഹസികമായാണ് 5 പേരെയും കോയമ്പത്തൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 11-ന് വാണിയംകുളം ചന്തയിലേക്ക് പോകുന്നതിനായി ഒറ്റപ്പാലത്തെത്തിയപ്പോഴാണ് പത്മനാഭനെ ആക്രമിച്ചത്. തീവണ്ടി ഇറങ്ങിയ ശേഷം ഇയാൾ ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ പ്പോഴാണ് പിന്തുടർന്നെത്തിയ 5 പേരും ചേർന്ന് ആക്രമിച്ചത്. വെട്ടിയും കുത്തിയുമാണ് ഇയാളെ ഗുരുതര പരിക്കേൽപ്പിച്ചിരുന്നത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണിതെന്നാണ് പോലീസ് പറയുന്നത്. 1 മാസത്തോളമായി CCTV ക്യാമറകളും മൊബൈൽ ടവറുകളും കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണമാണ് ഇവരിലേക്ക് എത്തിയത്. ആക്രമണം ആസൂത്രണം ചെയ്ത 2 പേരെ കൂടി പോലീസിന് പിടികിട്ടാനുണ്ട്. ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. പത്മനാഭനെ കൊല്ലാൻ തന്നെയാണ് 5-അംഗ സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് പോലീസ് സ്ഥിരീകരണം. ഒപ്പം കഴുത്തിനു പിന്നിലെ ആഴത്തിലുള്ള കുത്തും കൊട്ടേഷൻ എന്നതിലേക്ക് പോലീസിനെ എത്തിച്ചു. 15 ലക്ഷം രൂപയ്ക്കാണ് ഇവർ കൊട്ടേഷൻ ഉറപ്പിച്ചതെന്നും എന്നാൽ 30,000 രൂപയെ കൈപ്പറ്റിയിരുന്നുള്ളൂവെന്നുമാണ് പോലീസ് പറയുന്നത്. ആക്രമിച്ച ശേഷം വ്യത്യസ്ത വാഹനത്തിലാണ് ഇവർ ഒറ്റപ്പാലത്തു നിന്നും പോയത്. CCN ഒറ്റപ്പാലം. മണ്ണാർക്കാട് കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവക്കോടൻ ലിയാഖത്ത് അലിയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. മണലടി കാട്ടിലപ്പാടത്തു നിന്നും ഇന്നലെ വൈകിട്ട് 7 മണി മുതലാണ് ലിയാഖത്ത് അലിയെ കാണാതായത്. ഇദ്ദേഹത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ പുഞ്ചക്കോട് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. CCN മണ്ണാർക്കാട്. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ശ്രീകൃഷ്ണപുരം ശ്രമസംഘവും ആദ്യഗഡുവായി 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഏറ്റുവാങ്ങി. മധു, ഉണ്ണികൃഷ്ണൻ, ബാബു, PV രാമകൃഷ്ണൻ, രാധാകൃഷ്ണൻ, രവീന്ദ്രൻ K, രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നുമൊക്കെ കുറവ് പറ്റാത്ത മനുഷ്യസ്നേഹത്തിന്റെ എല്ലാ നിലയിലുമുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നവർ പല നിലയിൽ ഈ പ്രവർത്തനത്തിന് പിന്തുണയുമായി വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീകൃഷ്ണപുരത്തെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും സഹായവും പിന്തുണയും നൽകുന്ന ശ്രീകൃഷ്ണപുരം ശ്രമസംഘം 4,00,000 രൂപയാണ്, 25,000 രൂപയാണ് ഇന്ന് CMDRFിലേക്ക് വയനാടിനെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്. ഈ നല്ല മനസ്സിന്, നല്ല പ്രവർത്തനത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള 2-ാം ഘട്ട കട്ടിൽ വിതരണം നടന്നു. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിലെ ഒക്കെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതെല്ലാം നമുക്ക് നല്ല നിലയിൽ തന്നെ തുടരാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയേണ്ടതുണ്ട്. വിദ്യാഭ്യാസ രംഗത്തെയും ആരോഗ്യ രംഗത്തെയും പ്രവർത്തനത്തിന്റെ പ്രത്യേകത ഇന്നത്തെ മാത്രമല്ല ഭാവിയെ കൂടി കണ്ടുകൊണ്ട് നടത്തുന്ന ഇടപെടലാണ് വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്നത്. ആരോഗ്യരംഗത്ത് നടക്കുന്ന ഏത് പ്രവർത്തനമാകട്ടെ, ശിശു സൗഹൃദമാകുന്ന, വയോജന സൗഹൃദമാകുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ എല്ലാം ഒരു പ്രതിഫലനം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കം. 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.5 ലക്ഷം രൂപ ചിലവഴിച്ച് 250 കുടുംബങ്ങൾക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ KK ഷൗക്കത്ത്, K അനസ്, സമീറ സലീം, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, M മോഹനൻ, K രതീഷ്, C വിജിത, C ചാമി, KT രാമചന്ദ്രൻ, K മണികണ്ഠൻ, സെക്രട്ടറി M സന്തോഷ് കുമാർ, ICDS സൂപ്പർവൈസർ ചിത്ര എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് പാൽ ഗുണനിലവാര ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ VK രാധിക ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, വയനാട് പോലെയുള്ള പ്രദേശത്ത് ശക്തമായ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒട്ടനവധി ജീവൻ, അവരുടെ സ്വത്തും അവരുടെ ജീവനോപാധിയും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെയും നമ്മെ പോലെയുള്ള ക്ഷീരകർഷകരൊക്കെ ഉൾപ്പെടുന്ന ഒരു വിഭാഗമാണ് ഈ പ്രദേശം മുഴുവനായും കാണാത്ത ഒരു രീതിയിലേക്ക്, നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലേക്ക്
പോയിരിക്കുകയാണ്. അത്തരം പ്രതിസന്ധികളൊക്കെ തന്നെ നമ്മുടെ നാടിലെ ഈ ഒരു മഴക്കാലത്ത് അതിതീവ്രമായ മഴ മൂലം നമുക്കൊക്കെ തന്നെ ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ക്ഷീരവികസന വകുപ്പിന്റെയും ശ്രീകൃഷ്ണപുരം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. മണ്ണമ്പറ്റ ക്ഷീരസംഘം പ്രസിഡന്റ് നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ശുദ്ധമായ പാലുൽപാദനവും സൂക്ഷ്മാണുക്കളുടെ സ്വാധീനവും എന്ന വിഷയത്തിൽ പാലക്കാട് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ VJ റീന ക്ലാസ് എടുത്തു. ക്ഷീരവികസന ഓഫീസർ ഡോക്ടർ ശ്യാമ ഡയറി ക്യൂസ് നടത്തി. ശ്രീകൃഷ്ണപുരം സംഘം പ്രസിഡന്റ് അയ്യപ്പൻ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ ഡോക്ടർ ധന്യ, VC രാമൻ, അനിത തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. വി കെയർ മെഡിക്കൽ സെന്റർ ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി കരിമ്പുഴ തോട്ടരയിൽ പ്രവർത്തനമാരംഭിച്ചു. ശ്രീകൃഷ്ണപുരം വള്ളുവനാട് മെഡിക്കൽ സെന്ററിന്റെ കീഴിലുള്ള വി കെയർ മെഡിക്കൽ സെന്റർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി. ശ്രീകൃഷ്ണപുരത്തെയും പരിസര പ്രദേശങ്ങളിലെയും രോഗികൾക്ക് ആശ്വാസമാകും വിധം പ്രവർത്തിക്കുന്ന വള്ളുവനാട് മെഡിക്കൽ സെന്ററിന്റെ കീഴിലുള്ളതാണ് വി കെയർ മെഡിക്കൽ സെന്റർ ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി. കരിമ്പുഴ തോട്ടരയിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ വി കെയർ പ്രവർത്തനം ആരംഭിച്ചത്. വള്ളുവനാട് മെഡിക്കൽ സെന്റർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന ചടങ്ങിൽ വള്ളുവനാട് മെഡിക്കൽ സെന്റർ മാനേജ്മെന്റ് പ്രതിനിധികളും സ്റ്റാഫുകളും നാട്ടുകാരും പങ്കെടുത്തു. ഫാർമസി ഒബ്സർവേഷൻ, ECG ലാബ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഡോക്ടറുടെ സേവനവും ലഭിക്കും. ഹോം കെയർ സൗകര്യവുമുണ്ട്. ഓഗസ്റ്റ് 31 വരെ 1100 രൂപ വരെയുള്ള ലാബ് പരിശോധന 600 രൂപയ്ക്ക് ചെയ്തു നൽകുന്ന പ്രത്യേക ഓഫറും ഉദ്ഘാടനത്തിന്റെ ഭാഗമായുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി. ഡോക്ടർ ജോൺ ജോസ് ക്യാമ്പിന് നേതൃത്വം നൽകി. ഡോക്ടറുടെ പരിശോധന, BP പരിശോധന, മരുന്നുകൾ എന്നിവ ക്യാമ്പിൽ സൗജന്യമായി നൽകി. CCN കടമ്പഴിപ്പുറം. ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റിയുടെ കേരള ഘടകം രൂപവൽക്കരിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കും. ഇന്ന്
ദളിത് വിഭാഗം അല്ലെങ്കിൽ ഈ മേൽപ്പറഞ്ഞ അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇവർക്ക് ഈ വിഭാഗത്തിന് വേണ്ടി പ്രത്യേക പരിഗണനയും പ്രത്യേക ഫണ്ടുകളും എല്ലാം അനുവദിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് മുഴുവനായിട്ടും ഈ വിഭാഗത്തിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉടലെടുക്കുന്നതിനെ കുറിച്ച് ദേശീയ നേതാക്കൾ ആലോചിച്ചത്. സംസ്ഥാന പ്രസിഡന്റായി BR സതീഷിനെ തെരഞ്ഞെടുത്തു. എല്ലാ ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കും. മലപ്പുറം ജില്ലയിലെ കമ്മിറ്റി ഓഫീസ് എടക്കരയിലാണ്. സമൂഹത്തിൽ നിന്ന് മുറിച്ചുമാറ്റപ്പെട്ട എല്ലാ ജാതിമത വിഭാഗത്തിലും പെട്ടവർക്കായി നിലകൊള്ളുന്ന സംഘടനയാണിതെന്ന് നേതാക്കൾ പറഞ്ഞു. കേരളത്തിൽ അംബേദ്കർ ലോ കോളേജ് ആരംഭിക്കണമെന്നും ഭരണഘടനാ സ്ഥാപനങ്ങൾ, സ്കൂളുകൾ എന്നിവിടങ്ങളിൽ അംബേദ്കറുടെ ഫോട്ടോ സ്ഥാപിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. പ്രസിഡന്റ് BR സതീഷ്, ദളപതി ചന്ദ്രവടിവേൽ, വനിതാ നേതാവ് വിജയലക്ഷ്മി, K പുഷ്പരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അവസാന ചാന്താട്ടം ബുധനാഴ്ച നടക്കും. ദാരുനിർമ്മിതമായ ദേവീ വിഗ്രഹത്തിന് ഉറപ്പും തിളക്കവും നിലനിർത്താനാണ് ചാന്താട്ടം നടത്തുന്നത്. രാവിലെ 9:30 പന്തീരടി പൂജയ്ക്ക് ശേഷം ചാന്ത് നാലമ്പലത്തിനകത്തേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകൾക്കു ശേഷം ചാന്ത് ഭഗവതിയുടെ ദാരുവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ചാന്താട്ടം. ദാരുനിർമ്മിതമായ ദേവീ വിഗ്രഹത്തിന് ഉറപ്പും തിളക്കവും നിലനിർത്താനാണ് ചാന്താട്ടം നടത്തുന്നത്. ഒരു പ്രത്യേക തേക്കിൽ നിന്നെടുക്കുന്ന കറയാണ് ചാന്തായി ഉപയോഗിക്കുന്നത്. ഒരു വർഷം 2 ചാന്താട്ടമാണുള്ളത്. CCN പെരിന്തൽമണ്ണ. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 10 വർഷമായി പ്രവർത്തിക്കുന്ന തണൽമരം സൗഹൃദ കൂട്ടായ്മ വയനാട്ടിൽ 5 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ജീവൻ മാത്രം ബാക്കിയായ ചൂരൽമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിലെ 5 കുടുംബങ്ങൾക്കാണ് പറപ്പൂർ കൊഴൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ കൂട്ടായ്മ വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. പ്രദേശത്ത് ഭൂമി നൽകാൻ നാട്ടുകാർ തയ്യാറാണ്. 5 സെന്റ് ഭൂമിയിൽ 10 ലക്ഷം രൂപ ചെലവിലാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. കൂട്ടായ്മയിലെ അംഗങ്ങൾ ഇതിനായി പണം കണ്ടെത്തും. എത്രയും വേഗത്തിൽ വീടുകൾ നിർമ്മിക്കാനാണ് തീരുമാനമെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CH മാനു, ഉമ്മർ തയ്യിൽ, K അബ്ദുസലാം, അബ്ദുറഹ്മാൻ, അബ്ദുൽ കരീം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടച്ചിട്ട പട്ടാമ്പി പാലം തുറന്നു നൽകി. കഴിഞ്ഞ മാസം 30-നുണ്ടായ പ്രളയത്തിലാണ് പാലം അടച്ചിട്ടത്. കൈവരികൾ പൂർണ്ണമായും തകരുകയും പാലത്തിന്റെ ഒരു കരിങ്കൽ തൂണിന്റെ കല്ലിളകുകയും ചെയ്തത് വലിയ ആശങ്കയാണുണ്ടാക്കിയത്. ഒറ്റപ്പാലം മായന്നൂർ പാലത്തിനു താഴെ ഭാരതപ്പുഴയോരത്ത് തമിഴ്നാട് സ്വദേശിയെ വധിക്കാൻ ശ്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ട 5 കോയമ്പത്തൂർ സ്വദേശികളെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്മനാഭനെ കൊല്ലാൻ തന്നെയാണ് 5-അംഗ സംഘം കൊട്ടേഷൻ ഏറ്റെടുത്തതെന്ന് പോലീസ് സ്ഥിരീകരണം. പെരിന്തൽമണ്ണ താലൂക്കിലെ റേഷൻ കടകളിൽ കോംബോ വിതരണ സംവിധാനം ഒഴിവാക്കി. ഇനി നേരത്തെയുള്ള പോളിസി പ്രകാരം ഓരോ വിഭാഗം കാർഡുകൾക്കും അനുവദിച്ച അളവിലുള്ള ഇനം സാധനങ്ങൾ മാത്രമേ വിതരണം ചെയ്യൂ. മണ്ണാർക്കാട് കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂവക്കോടൻ ലിയാഖത്ത് അലിയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.